മഹാദൈവവും രക്ഷിതാവും നിത്യപിതാവുമായ യേശു മശിഹായുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ എന്നെ ഈ മെസ്സേജിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ സഹോദരങ്ങൾക്ക് പ്രത്യേകം നന്ദിയെ അറിയിക്കുന്നു. അവരെ ദൈവം അധികമായി ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തേക്ക് നമുക്ക് ഉള്ള ചിന്തയ്ക്കുള്ള വിഷയം പാറയിൽ പണിത വീട്. മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം കർത്താവിൻ്റെ വളരെ കാതലായുള്ള പ്രവൃത്തികളും പ്രസംഗവും അടങ്ങിയിരിക്കുന്ന ഒരു ലേഖന ഭാഗമായിരിക്കുന്നുവല്ലോ. അതിൽ ആദ്യമേ നമ്മൾ കാണുന്നു കർത്താവ് ഒരു കുഷ്ഠരോഗിക്ക് സൗഖ്യം നൽകുമാറാകുന്നു. ആ സമയത്ത് കർത്താവ് തന്നെ ദൈവം, നിന്റെ ദൈവമായ കർത്താവ്, അതായത് അഡോനായി എന്ന പദത്തിൽ അല്ല അവിടെ ഓരോരുത്തരും അവനെ വിളിക്കുന്നത്. പക്ഷേ അവൻ വെറുമൊരു പ്രവാചകനിൽ അധികമായിരിക്കുന്നു എന്ന് വിശ്വസിച്ച് പലരും അവൻ്റെ അടുക്കൽ വന്നിരുന്നു. അങ്ങനെ ഒരുവൻ്റെ കാര്യം ആണ് 5-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത്. അവൻ കഫർനൗമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിൻ കീഴിലുള്ള മനുഷ്യൻ ആകുന്നു. എൻ്റെ കീഴിൽ പടയാളികൾ ഉണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നു പറയുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്നു അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോട് കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതിയായ സ്വർഗരാജ്യത്തിന് വേണ്ടി അവകാശികളായിരിക്കുന്ന യഹൂദന്മാരെന്ന് പറയുന്നവരിൽ ഇങ്ങനെ ഒരു വിശ്വാസം കർത്താവ് കണ്ടില്ല എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ രാജ്യത്തിൽ ഉള്ള പുത്രന്മാർ അവരാരാകുന്നു? യഹൂദന്മാരാകുന്നു, യഹോവയിൽ വിശ്വസിക്കുന്നവരാകുന്നു. പക്ഷേ യഹോവയിൽ വിശ്വസിക്കുന്നവർ അറിയുന്നില്ല കർത്താവ് ആരാകുന്നു എന്ന്. എന്നാൽ ശതാധിപൻ എന്ന് പറഞ്ഞാൽ, ശതാധിപൻ അല്ലെങ്കിൽ സെഞ്ചൂറിയൻ എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു പടയാളിയായിട്ടാണ് സാധാരണ രീതിയിൽ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. ഈ പറഞ്ഞ ശതാധിപൻ അവിടെ ഇസ്രായേലിൻ്റെ ആ സമയത്ത് യഹൂദ പാരമ്പര്യത്തിൽ ഉള്ളവൻ അല്ല, അവൻ പുറത്തുനിന്ന് ഉള്ളവൻ ആകുന്നു എന്ന് വചനം അവിടെ പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെറും ഒരു പ്രവാചകനാണെങ്കിൽ അവൻ വീട്ടിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം ലഭിക്കുമെന്ന് ആ ശതാധിപൻ വിശ്വസിച്ചേനെ. പക്ഷേ പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തിൽ നൽകിയതോ എന്തായിരുന്നു? എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായിരിക്കുന്നവൻ ഈ ലോകത്തിൽ ജഡത്തിൽ വന്ന് നിൽക്കുന്നവനായതുകൊണ്ട് അവന് പല വേലക്കാർ ഉണ്ടെന്നുള്ള കാര്യം അവൻ്റെ വായിൽ നിന്നും
പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവിടെ പുറപ്പെടുന്നതായിട്ട് വചനം നമ്മൾക്ക് കാണിച്ചു തരുന്നു. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് അവൻ പറയുന്നത്. നീ സകലത്തിനും ഉടയവനായിരിക്കുന്നവനാണ്. നീ ഇവിടെ നിന്ന് കൽപ്പിച്ചാൽ നിനക്ക് ദൂതന്മാരും പല തരത്തിലെ നിന്റെ വേലക്കാരും സ്വർഗീയ ദൂതന്മാർ പലരും നിനക്ക് ഉണ്ട് എന്നുള്ള കാര്യം അവൻ്റെ വായിൽ കൂടെ കർത്താവ് പറയിപ്പിക്കുന്നതായിട്ട് പറയുന്നു. ആ വിശ്വാസത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇത് ഇസ്രായേലിന് പുറത്തുള്ളവൻ്റെ വിശ്വാസമാകുന്നു. ഇന്ന് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതിയായിരുന്നവൻ എല്ലാ തരത്തിലെ പ്രവാചകന്മാരും മോശ മുഖാന്തരം അറിയിച്ചു, ഇതാ വരുന്നു യഹോവ നിന്റെ കർത്താവ്, ദാ വരുന്നു, യെരൂശലേമേ നോക്കുക, നിന്റെ രാജാവിനെ കാണുക. അല്ലെങ്കിൽ സക്കറിയാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ഇതാ നിന്റെ രാജാവ് കഴുതപ്പുറത്ത് വരുന്നു. ആരാണ് ഈ രാജാവ്? ആരാണ് ഈ കർത്താവ്? നിന്റെ കർത്താവല്ലാതെ വേറെ ഒരു രക്ഷിതാവുമില്ല എന്നുള്ള കൽപ്പനകളും പ്രമാണങ്ങളും നിന്റെ ദൈവമായ കർത്താവ് ഏകൻ തന്നെ എന്ന അടിസ്ഥാന പ്രമാണം ലഭിച്ച ഇസ്രായേലിൻ്റെ വാഗ്ദത്തം ലഭിച്ച അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതികളായിരുന്നവർ അവർ വിശ്വസിച്ചില്ല ഈ കർത്താവ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇസ്രായേലിൻ്റെ പുറത്തുള്ളവന് കർത്താവ് അറിയിച്ചു കൊടുത്തു, അവൻ സകലത്തിൻ്റെയും ഉടയവനാകുന്നു എന്ന്. ഇവിടെ നിന്ന് അവൻ കൽപ്പിച്ചാൽ അവിടെ സൗഖ്യം വരുമെന്നുള്ള കാര്യം അവന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കർത്താവ് നൽകി. അവൻ്റെ വായിൽ നിന്നും അത് പുറപ്പെട്ടു എന്ന് പറയുന്നു. ഇനിയും നമുക്ക് അതിന് തൊട്ടു മുൻപുള്ള അധ്യായത്തിലേക്ക് കടന്നു പോകാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിശ്വാസത്തെ പറ്റി മത്തായി അന്ന് ചാപ്റ്ററൈസ് ചെയ്തല്ല എഴുതുന്നത്, അവർ കത്തായിട്ട് എഴുതി അറിയിപ്പിക്കുമ്പോൾ ഈ വചനങ്ങൾ കഴിഞ്ഞാണ് ആ ശതാധിപൻ്റെ വിശ്വാസത്തെ പറ്റി പറയുന്നത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 7-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതൽ ഉള്ള വാക്യങ്ങളിൽ പറയുന്നു, ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരും ആകുന്നു. നമ്മൾക്കറിയാം, ഒരു പാത അല്ലെങ്കിൽ ഒരു റോഡ് ഇച്ചിരി ഇടുങ്ങിയ റോഡാണെങ്കിൽ അതിൽ കൂടെ യാത്ര ചെയ്യുവാൻ നമുക്ക് ഇഷ്ടമില്ല. അത് നമ്മൾ സ്കൂട്ടറിൽ സഞ്ചരിച്ചാലും ഒരു 4 ചക്രമുള്ള വാഹനത്തിൽ സഞ്ചരിച്ചാൽ ഇച്ചിരൂടെ അധികം ഇടുങ്ങിയ വഴികളിൽ കൂടെ കടന്നു പോകുവാൻ ആർക്കും ഇഷ്ടമല്ല. പക്ഷേ പുതിയൊരു നല്ല ഹൈവേ നമുക്ക് ലഭിച്ചാൽ ആ ഹൈവേയിൽ കൂടെ വണ്ടി ഓടിക്കുവാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ആളുകൾ വളരെ അധികമായി കൂടുകയും ചെയ്യും എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പറയുന്നു, വഴി വിശാലവും അതുകൊണ്ട് അതിൽ കൂടെ കടക്കുന്നവർ അനേകരും ആകുന്നു. ഇന്ന് ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ ഹൈവേ എന്ന് പറയുമ്പോൾ ഒരു ത്രിത്വദൈവത്തിൻ്റെ സങ്കല്പവും യേശു ക്രിസ്തു മാത്രം ഏകസത്യ ദൈവം എന്ന് ഉള്ള വിശ്വാസമില്ലായ്മ, യേശു ക്രിസ്തു എന്ന നാമം എന്ത് നാമം, ഏത് നാമം എന്ന് അറിയാതെ വെറും ഒരു പുത്രൻ്റെ നാമം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ, ഒന്നെങ്കിൽ യേശുവും ദൈവം ആകുന്നു, അല്ലെങ്കിൽ യേശു ആ ദൈവം അല്ല, വെറും ഒരു മനുഷ്യപുത്രൻ എന്ന് പറയുന്ന ഭൂരിപക്ഷം തന്നെത്താൻ ക്രിസ്ത്യാനികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആൾക്കാർ. അവരെ പറ്റി പറയുമ്പോൾ കർത്താവ് പറയുന്നു, വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ
യേശു ക്രിസ്തു മാത്രം ഏകസത്യ ദൈവം എന്ന് വിശ്വസിക്കാത്ത ഭൂരിപക്ഷം വലിയ പാതയിൽ സഞ്ചരിക്കുന്ന ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ. ഇവിടെ പിന്നെ 14-ാമത്തെ വാക്യത്തിൽ 7-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കുവഴിയും വഴി ഞെരുക്കവുമുള്ളതത്രേ, അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ. വളരെ ചുരുക്കം മനുഷ്യർ മാത്രം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ, അതിൽ മനുഷ്യർക്ക് പുകഴുവാൻ ഒന്നും തന്നെ ഇല്ല. ഇന്ന് ഈ വിശ്വാസം എന്നിൽ വന്നിട്ടുണ്ട് എങ്കിൽ അതിൽ എനിക്ക് ഒന്നും പുകഴുവാൻ ഇല്ല. അത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി മാത്രമാണെന്നും ഞാൻ എല്ലാവരെ പോലെയും വെറും ഒരു ബലഹീനനായ മനുഷ്യൻ എന്ന് ഏറ്റുപറയുന്നു. അതിൽ ഞാൻ കർത്താവിൽ പ്രശംസിക്കുന്നു. പക്ഷേ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കുവഴിയും ഞെരുക്കവുമുള്ള അത്രേ, അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ. അപ്പോൾ ആള് കൂടുന്നിടത്തല്ല ശരിയായ ഉപദേശവും വിശ്വാസവും എന്നുള്ള കാര്യം വളരെ നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞ് കള്ളപ്രവാചകന്മാരുടെ അടുക്കലും ആള് കുറഞ്ഞ സ്ഥലങ്ങൾ നമുക്ക് ചിലപ്പോൾ കാണുവാൻ സാധിക്കും. എല്ലാത്തിലും നമ്മൾ കാണേണ്ടത് അവരുടെ വിശ്വാസത്തിൻ്റെ തുടക്കവും അവരുടെ അടിസ്ഥാന ഉപദേശങ്ങളും എവിടെ നിന്ന് വന്നു. യെരുശലേമിൽ തുടങ്ങിയ അപ്പോസ്തോലന്മാരാൽ അടിസ്ഥാനമിട്ട സഭയിൽ നിന്നാണോ വരുന്നത് എന്ന് നമ്മൾ പ്രത്യേകം നോക്കിയറിയണം. എന്തെന്ന് വെച്ചാൽ, അതുകൊണ്ട് തന്നെ ആ ഒരു ഇടുങ്ങിയ വാതിലിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. അപ്പോൾ നിങ്ങളുടെ കാശ്, നിങ്ങൾ അവർക്ക് നൽകുന്ന പലതരമായ പ്രതിഫലങ്ങൾ മാത്രം കണ്ടുകൊണ്ട് നിങ്ങളെ ശുശ്രൂഷിപ്പാൻ, സേവിപ്പാൻ എന്ന രീതിയിൽ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ചില സോഷ്യൽ റിക്വയർമെൻറ്റ്സ്, നിങ്ങളുടെ ജനന മരണ, നിങ്ങളുടെ വിവാഹപരമായ, നിങ്ങളുടെ സൊസൈറ്റൽ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് സേവ നൽകുന്ന, അതായത് നിങ്ങളുടെ നിത്യജീവനെ പറ്റി കാംക്ഷിക്കുന്ന ഇടയന്മാരല്ല, വെറും നിങ്ങളുടെ ഭൗതിക ജീവിതം, ഈ ലോക ജീവിതത്തെ പറ്റി മാത്രം നിങ്ങൾക്ക് കൺസേൺ തരികയും അതിനകത്ത് പലതരമായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആയിരിക്കുന്ന പല ഇടയന്മാരെ നമ്മൾ ഇന്ന് കാണുന്നു. പക്ഷേ അവരുടെ ശരിക്കുള്ള പ്രവൃത്തികളെ കണ്ട് അവരെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരു മതചട്ടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യനാകുന്നു എങ്കിൽ, അതായത് നിങ്ങൾ വെറും നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിന് ഉള്ള ആവശ്യങ്ങൾ, മക്കളുടെ വിവാഹം, അവരുടെ ഭൗതികമായ ജീവിതം മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ ആകുന്നു എങ്കിൽ, അതാകുന്നു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ, ഇവിടെ പറയുന്നു അങ്ങനെ ഫലങ്ങൾ മാത്രം നൽകുന്ന നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ പറ്റും. അവർ അവരുടെ സാധാരണ ജീവിതത്തിൽ അവർ ശുദ്ധിയുള്ളവർ, വിശുദ്ധിയുള്ളവർ അല്ല എങ്കിൽ, നിങ്ങൾക്ക് ഏത് ശുശ്രൂഷ അവർ ചെയ്താലും അവർ ശരിയായ നിങ്ങൾക്ക് ഉപദേശം പറഞ്ഞു തരുവാൻ സാധിക്കത്തില്ല. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്നും മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്നും അത്തിപ്പഴവും മാറുണ്ടോ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ നമുക്കറിയാം, ഫലവൃത്തായ വൃക്ഷങ്ങൾക്ക് അവർക്കുള്ള
പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ഉള്ള ആ ചെടികളിൽ നിന്നും അല്ലെങ്കിൽ മരങ്ങളിൽ നിന്നും മാത്രമേ നമുക്കങ്ങനെ ഫലം ലഭിക്കാറുള്ളൂ. എല്ലാ ഫലം തരുന്ന വൃക്ഷത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത പോലെയാണ് വിശുദ്ധൻ ആയിരിക്കുന്ന ഒരു ഉപദേഷ്ടാവ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഭയിൽ നേതൃത്വം നൽകുന്ന മൂപ്പൻ എന്നുള്ള പദവി. അപ്പോൾ നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. അപ്പോൾ നിങ്ങൾ സാധാരണ അവരുടെ ജീവിതത്തിൽ കാണുന്ന വിശുദ്ധി അത് കണ്ട് മനസ്സിലാക്കുക, അവർ നല്ല വൃക്ഷങ്ങളാണോ എന്ന്. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം ഒക്കെയും വെട്ടി തീയിൽ ഇടുന്നു, അത് കർത്താവിൻ്റെ പ്രവൃത്തിയാകുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. പക്ഷേ നിങ്ങൾ അവരുടെ ഫലം തെറ്റാണെന്നറിഞ്ഞിട്ടും നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു എങ്കിൽ അവർക്ക് വരുന്ന ഗതി തന്നെ നിങ്ങൾക്ക് വരും എന്ന് പറയുന്നു. നിങ്ങൾക്ക് അവരെ വിധിക്കുവാൻ ചിലപ്പം അധികാരമില്ലായിരിക്കാം, അവരെ കൂടുതൽ ശാസിക്കുവാൻ നിങ്ങൾക്ക് അധികാരമില്ലായിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് അവരുടെ ഉപദേശം തെറ്റാകുന്നു എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടുന്ന് പുറത്തു വരുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 18-ാമത്തെ അധ്യായത്തിൽ ദൈവം പറയുന്നു, എൻ്റെ ജനമേ അവളിൽ നിന്നും പുറത്തു വരിക എന്ന്. അതായത് ആ തെറ്റായ സഭയിൽ നിന്നും, സ്ത്രീയിൽ നിന്നും, മ്ലേച്ഛയായ സ്ത്രീയിൽ നിന്നും പുറത്തു വരിക എന്ന് പറയുന്നു. അങ്ങനെ ഉള്ള ഉപദേഷ്ടാക്കന്മാരെ പറ്റി പിന്നെ പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുമ്പോൾ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പലരും അവനെ ഇന്ന് കർത്താവേ എന്ന് വിളിക്കുന്നു. ഹെബ്രായ പദമായാൽ അവിടെ അഡോണി എന്നുള്ള പദമാണ് മനുഷ്യനായ ഒരു റബ്ബിക്കോ മനുഷ്യനായ ഒരു ശ്രേഷ്ഠ പുരോഹിതനോ അല്ലെങ്കിൽ ഒരു പ്രവാചകനോ നൽകുന്ന ആ പദം അഡോണി. പക്ഷേ അഡോണായി എന്ന പദമാണ് ദൈവം കർത്താവായിരിക്കുന്ന ദൈവമായ കർത്താവിന് ഉള്ള പദവി എന്നത് അഡോണായി എന്ന പദമാണ്. അപ്പോൾ നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കും. നിന്റെ ദൈവമായ കർത്താവേ എന്ന് പറയുമ്പോൾ അവിടെയും കർത്താവുണ്ട്. പക്ഷേ ദൈവമായ കർത്താവേകൻ എന്ന് പറയുമ്പോൾ ഒരു കർത്താവേ ഉള്ളൂ. ആ കർത്താവാണ് ഒരു അഡോണിയായിട്ട് ഒരു മനുഷ്യ പദവി എടുത്തിട്ട് ഈ ലോകത്തിൽ വന്നത് എന്ന് പറയുമ്പോൾ അവനല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നിന്റെ പിതാവ് എവിടെ എന്നുള്ള 19-ാമത്തെ വാക്യത്തിലുള്ള ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ കിങ് ജെയിംസ് വെർഷനിൽ ശരിയായ ട്രാൻസ്ലേഷൻ, ഇഫ് യു ഡു നോട്ട് ബിലീവ് ഐ ആം ഹി യു ഷാൽ ഡൈ ഇൻ യുവർ സിൻ. ഞാൻ തന്നെ അവൻ എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. വന്നവൻ, ഈ ലോകത്തിൽ മനുഷ്യനായി വന്നവൻ വചനമായിരുന്നു എന്നും വചനം തന്നെ ദൈവം ആയിരുന്നു എന്നും ദൈവമായ കർത്താവ് ഏകൻ തന്നെ എന്നും വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും എന്ന് പറയുന്നു. അപ്പോൾ തെറ്റായ ഉപദേഷ്ടാക്കന്മാർ പറയുന്നത് പോലെ അവൻ വെറും ഒരു പുത്രൻ മാത്രമല്ല, അവൻ സൃഷ്ടിയിൽ പിതാവാണ്. അവൻ രക്ഷയുടെ വേലയിൽ ഒരു പുത്രൻ്റെ ശരീരത്തിൽ, പുത്രൻ്റെ സ്വരൂപത്തിൽ, പുത്രനെ പോലെ ജഡവും രക്തവുമുള്ളവനായി തൻ്റെ മക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഈ ലോകത്തിൽ കടന്നു വന്നു എന്ന് ഹെബ്രായർ 2:10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. അതുകൊണ്ട് അവൻ സകലത്തിൻ്റെയും സൃഷ്ടാവെന്ന രീതിയിൽ പിതാവാണ്, രക്ഷയുടെ വേലയിൽ പുത്രനാണ്, അവൻ വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയയിൽ അവൻ്റെ
അവനിൽ വിശ്വസിക്കുന്ന ഏവനും ലഭിക്കുന്ന ആത്മീയ ദാനമാണ്. മാനസാന്തരപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപമോചനത്തിനായി സ്നാനം ഏൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുമെന്ന് പത്രോസ് വിളിച്ചു പറഞ്ഞു. അവിടെ പറയുന്നത് എങ്ങനെയാണ് ഈ ഇടുങ്ങിയ വഴിയിൽ കൂടെ ആ പാതയിൽ പ്രവേശിക്കുവാനും ആ പാതയിൽ തുടരുവാനും സാധിക്കുന്നത്. ഇടുങ്ങിയ ഒരു വഴിയിൽ കൂടെ കടന്നു പോകുമ്പോൾ വണ്ടി അത്ര എളുപ്പത്തിൽ കടന്നു പോകില്ല. പലയിടത്തും ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകാം. പലയിടത്തും മറ്റുള്ളവർക്ക് വഴിയുണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം വരും. നിന്നേ പോകുവാൻ സാധിക്കത്തുള്ളൂ. എളുപ്പത്തിൽ അങ്ങ് എത്തിപ്പറ്റുവാൻ സാധിക്കത്തില്ലായിരിക്കാം. പക്ഷേ എത്തുമ്പോൾ ശരിയായ സ്ഥലത്ത് ചെന്നെത്തും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് കാണും. അപ്പോൾ പിന്നെ പറയുന്നു, അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ. അതായത് പാപമോചനം ലഭിക്കാത്ത ആൾക്കാരെ പറ്റിയാണ് അവിടെ പറയുന്നത്. പാപമോചനം ലഭിക്കാത്തവർ ഇപ്പോഴും അധർമ്മത്തിലാകുന്നു. അവർ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ അവർ വിശ്വസിച്ചിട്ടില്ല ഞാൻ തന്നെ അവൻ എന്ന്. കർത്താവ് പറയുന്നു തൻ്റെ പിതാവിനെ പറ്റി. നിന്റെ പിതാവ് എവിടെയെന്ന് പറയുമ്പോൾ ഐ ആം ഹീ. ഇഫ് യു ഡു നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം ഹീ, യു ഷാൽ ഡൈ ഇൻ യുവർ സിൻസ്. അതിങ്ങനെ പറയുമ്പോൾ അവൻ്റെ പിതാവിനെ പറ്റി തന്നെ സംസാരിച്ചിരുന്നു എന്ന് 8-ാമത്തെ അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു. അവൻ്റെ പിതാവിനെ പറ്റി സംസാരിച്ചു എന്ന് അവർ അറിഞ്ഞില്ല. അങ്ങനെ അവൻ തന്നെ കർത്താവ്, നിന്റെ ദൈവമായ കർത്താവ് ഏകൻ എന്ന് നിങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നവനായി തീരും. പാപമോചനം ലഭിക്കാത്തവനായി അന്ന് കർത്താവേ കർത്താവേ എന്ന് വിളിക്കും. അവൻ പുത്രൻ മാത്രമെന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കലും പാപമോചനം ലഭിക്കാത്തവൻ ആയിത്തീരും എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു. ആകയാൽ എൻ്റെ ഈ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അങ്ങനെ പാറമേൽ വീട് പണിയുന്നവൻ ആരാകുന്നു? പത്രോസേ, നീ പാറയാകുന്നു. നിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ വീഴ്ത്തുകയില്ല എന്ന് പറഞ്ഞ കർത്താവാണ് പറയുന്നത്. പാറമേൽ ഒരു വീട് പണിയുമ്പോൾ അത് എപ്പോഴും നിലനിൽക്കുമെന്ന്. ഭൂമിയിൽ പാറയുടെ മേൽ പണിയുന്ന ഒരു വീടിനെ പറ്റി അല്ല പറയുന്നത്. അതിൻ്റെ മേൽ ചിലപ്പോൾ ഒരു 40-50 വർഷം കഴിയുമ്പോൾ ചിലപ്പം അതിൻ്റെ സ്ട്രക്ചർ ചിലപ്പം കേടായി പോകും, അത് ചിലപ്പം ഒഴുകിപ്പോകും. പക്ഷെ ഇവിടെ പറയുന്ന പാറ വചനമായ പാറ, ക്രിസ്തുവായ പാറയെ പറ്റിയാണ് അവിടെ പറയുന്നത്. വിശ്വാസത്തിൻ്റെ നിന്റെ ഭവനം നീ പാറയുടെ മേൽ പണിഞ്ഞില്ല എങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ഭവനം നിന്റെ ആ ഒരു മണലിൻ്റെ മേൽ പണിഞ്ഞ ഭവനത്തിനെ പോലെ എളുപ്പത്തിൽ വീണു പോകും. മഴയും കാറ്റും വരുമ്പോൾ, ഇടുങ്ങിയ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ, അതിൽ വരുന്ന തടസ്സം വരുമ്പോൾ നിന്റെ വിശ്വാസമെല്ലാം അതിൻ്റെ വഴിക്ക് പോകും എന്ന് പറയുന്നു. അതുകൊണ്ട് ആ പാറയായ ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നേടി നീ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കുമെന്ന് പറയുന്നു. ആ അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം അതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നു, ഇത് യോവേൽ പ്രവചനത്തിൽ പറഞ്ഞ ആ കർത്താവിൻ്റെ വലുതും ഭയങ്കരവുമായ ദിവസം. യോവേൽ പ്രവചനത്തിൽ പറയുന്നു, ഇത് യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം. യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. ആ ദിവസം മുതൽ പഴയ നിയമനാമം, പഴയ ഉടമ്പടിയുടെ നാമമായ യഹോവയുടെ നാമം അല്ല അവർ എടുത്തത്. യഹോവയുടെ കൂടെ യഹോവ എൻ്റെ രക്ഷകനായി തീർന്നു എന്ന് പൂർണ്ണമായ ആ അർത്ഥമുള്ള
യഹോശുവ ഹമഷിയാക്, അതായത് യഹോവ എൻ്റെ രക്ഷയായി തീർന്നു, അവനാകുന്നു മഷിഹ എന്നുള്ള ആ പൂർണ്ണ അർത്ഥമുള്ള നാമത്തെ വിളിച്ച്, യഹോവയുടെ നാമത്തെ വിളിച്ച്, യഹോവയുടെ പുതിയ ഉടമ്പടിയുടെ നാമത്തെ വിളിച്ച്, ആ പാറ പോലെ ഉള്ള വചനം, പിതാവിൻ്റെ വചനം, പാറയായി എന്ന് വിളിക്കപ്പെട്ട പത്രോസിന്റെ വായിൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പിതാവ് പുറപ്പെടുവിച്ച ആ വചനത്തിൽ വിശ്വസിക്കുന്നവനാണ് പാറയുടെ മേൽ നിൽക്കുന്നവൻ. അങ്ങനെ ആ പാറയുടെ മേൽ നിൽക്കുന്നവൻ, അങ്ങനെ ഇടുങ്ങിയ വഴിയിൽ കൂടെ കടന്നു പോകുന്നവൻ, വളരെ ചുരുക്കം ആൾക്കാർ പോകുന്ന വഴിയിൽ കൂടെ പ്രവേശിച്ച് അതിൽ വരുന്ന തടസ്സങ്ങളും അതിൽ ചിലപ്പോൾ നിന്ന് പോകേണ്ട ആ ഒരു അവസ്ഥയിൽ പലവിധമായ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളും നല്ല സാഹചര്യങ്ങളും സ്പീഡ് ബ്രേക്കറുകളും പലവിധമായ ഇടുങ്ങിയ വളവുകളും ചരിവുകളും ഒക്കെ കടന്നു പോകുന്ന മനുഷ്യനാണ് അങ്ങ് കർത്താവിൻ്റെ വലുതും ഇനി വരുവാൻ പോകുന്ന ദിവസത്തിൽ വീണ്ടെടുക്കപ്പെടുന്നവൻ, പാറയുടെ മേൽ തൻ്റെ വിശ്വാസ ഭവനത്തെ പണിഞ്ഞവൻ, ഏക കർത്താവായിരിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് ഏകൻ തന്നെ എന്ന് വിശ്വസിക്കുന്ന ആ ശതാധിപനെ പോലെ 8-ാമത്തെ അധ്യായം മത്തായി സുവിശേഷത്തിൽ ശതാധിപന്റെ വിശ്വാസം ഇല്ലാത്തവൻ ഒരിക്കലും ഈ ഇടുങ്ങിയ വഴിയിൽ പ്രവേശിക്കില്ല. നീ തന്നെ ഉടയവൻ, നിനക്ക് പല വേലക്കാരുണ്ട്, നീ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേലക്കാരാകുന്നു ആരാകുന്നു? മനുഷ്യനായിരിക്കുന്നവരല്ല ആ ശതാധിപന്റെ വീട്ടിൽ പോകുന്നത്, അവൻ്റെ ദൂതഗണങ്ങളായിരിക്കുന്നവനായിരിക്കും അവൻ്റെ വീട്ടിൽ പോയിട്ട് ആ പ്രവൃത്തി ചെയ്യുന്നതെന്ന് വിശ്വസിച്ച ശതാധിപൻ, സകലത്തിൻ്റെയും ഉടയവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, യഹോവയായിരുന്ന ദൈവം മോശയെ തൻ്റെ ഉടമ്പടി, ആദ്യത്തെ ഉടമ്പടിയിൽ യഹോവ എന്ന നാമം നൽകി രക്ഷയിലേക്ക് നയിച്ച, സൃഷ്ടിയിൽ പിതാവായിരുന്ന, രക്ഷയുടെ വേലയിൽ ഭർത്താവ് ആയിരുന്നവൻ. യെശയ്യാവിന്റെ പുസ്തകം 54-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിന്റെ ഭർത്താവ് അല്ലയോ എന്ന്. നിന്റെ സൃഷ്ടാവ് ആയവൻ തന്നെ നിന്റെ രക്ഷകനായ ഭർത്താവ് അല്ലയോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 11:2 അതുകൊണ്ട് തന്നെ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഏക ഭർത്താവ്, രക്ഷയുടെ പ്രവൃത്തിയിൽ ഏക ഭർത്താവായി തീർന്നവൻ അത് ക്രിസ്തു തന്നെ എന്ന് പറയുന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടികളെങ്കിൽ ഏക ഭർത്താവിനെ അറിയുന്നു, ഏക രക്ഷകനെ അറിയുന്നു. അത് നിന്റെ ദൈവമായ കർത്താവ് ഏകൻ തന്നെ. അവൻ തന്നെ നിന്റെ സൃഷ്ടാവും അവൻ തന്നെ നിന്റെ രക്ഷിതാവും എന്ന് അറിയും. അവൻ തന്നെ ആദ്യനും അവൻ തന്നെ അന്ത്യനും എന്ന് അറിയും. അവൻ തന്നെ ദാവീദിൻ്റെ കർത്താവ്, അതായത് യഹോവ. അവൻ തന്നെ ദാവീദിൻ്റെ പുത്രനായി ജഡപ്രകാരം ഈ ലോകത്തിൽ കടന്നു വന്നു എന്ന് അറിയും. ദാവീദിൻ്റെ വേരും വിത്തും എന്ന് അറിയും. അവൻ തന്നെ അയച്ചവൻ, അവൻ തന്നെ വന്ന് ഈ ലോകത്തിൽ പുരോഹിതനും, ആ പുരോഹിതനിൽ തന്നെ അവൻ്റെ ശരീരമായ യാഗമായി തീർന്നവൻ, ഒന്നിൽ തന്നെ എല്ലാ പ്രവൃത്തികളെയും വീണ്ടെടുപ്പിൻ്റെ സകല പ്രക്രിയകളെയും സ്വയം നേടിത്തന്ന നമ്മുടെ കർത്താവായ ദൈവം, നമ്മുടെ സൃഷ്ടാവായ ദൈവം. അവൻ വേറെ ആരും അല്ല. വചനം ദൈവം ആയിരുന്നു, വചനം ജഡം ആയിത്തീർന്നു. ഈ ഇടുങ്ങിയ വഴിയിൽ നീ പണിയപ്പെട്ടില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും സഹോദര. ഇടുങ്ങിയ വഴിയിൽ ആൾക്കൂട്ടം വളരെ കുറവാകുന്നു. നിങ്ങൾക്ക് ആളില്ല എന്ന് ഞങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇടുങ്ങിയ വഴിയിൽ ആളുകൾ ഇല്ല.
പത്രോസിന്റെ കൂടെ ഒത്തിരി ജനക്കൂട്ടം ഒന്നും ഇല്ലായിരുന്നു. ഭൂരിപക്ഷം ഇസ്രായേലും അവരെ പറ്റി പറയുന്നു അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതികളായിരുന്നവർ പുറത്താകുന്നു. അപ്പോൾ അങ്ങനെ വാഗ്ദത്ത പ്രകാരം സകലത്തിൻ്റെയും അവകാശികളായവർ പുറത്താകുന്നു എങ്കിൽ ജാതികളിൽ നിന്നും ഈ ഭാഷയിൽ, മലയാളം ഭാഷയിൽ കേൾക്കുന്ന നിങ്ങൾ എത്ര പുറത്താകും? അപ്പൻ്റെ വാക്കുകൾ കേൾക്കുന്നവർ ആണ് മക്കൾ ആയിത്തീരുന്നവർ. അപ്പൻ്റെ നാമം അറിയുന്നവർ ആണ് മക്കൾ. അപ്പൻ ആരാകുന്നു എന്ന് പൂർണ്ണമായി അറിയുന്നവൻ ആകുന്നു സ്വയം ജനിച്ച മകൻ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും ദൈവപുത്രന്മാരാകുവാൻ അവൻ അവകാശം കൊടുത്തു. അങ്ങനെ അവകാശികളായി ഇടുങ്ങിയ വഴിയിൽ പ്രവേശിക്കുന്നവരായി, മുമ്പ് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മക്കളെ പോലെയല്ല, വെളിയിൽ നിന്നും ഫോറിനേഴ്സ് അല്ലെങ്കിൽ പരദേശികൾ എന്ന് വിളിക്കപ്പെട്ട, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, പരദേശികൾ എന്ന് വിളിക്കപ്പെട്ടവർ ഇന്ന് ഇസ്രായേലിൻ്റെ ഭവനത്തിലെ ആൾക്കാരായി മാറി. അങ്ങനെ ഉള്ളവർ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കും, അവനെ കൈക്കൊള്ളും. പൗലോസ് പറയുന്നത് പോലെ അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവ് ഏകൻ തന്നെ എന്ന് വിശ്വസിക്കുന്ന അങ്ങനെയുള്ളവർ കർത്താവിനെ അറിയും. അവർക്ക് കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ പല പ്രവചനങ്ങൾ ചെയ്തു, പല പ്രവൃത്തികൾ ചെയ്തു. ഇന്ന് പല സഭകളും ചെയ്യുന്നത് പോലെ പല പ്രവൃത്തികളും അവർ ചെയ്യും. പക്ഷേ ആ നാമം പുതിയ നിയമ ഉടമ്പടി നാമമാകുന്നു എന്നും സൃഷ്ടാവായ ദൈവം വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയയിൽ ഏറ്റെടുത്ത നാമമാണ് എന്ന് അറിയാതെ പ്രഘോഷിക്കുന്ന നാമം. വാക്കിനാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും നീ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം എന്ന് അപ്പോസ്തോലൻ പറയുമ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് അറിയാത്തവർ, കർത്താവിൻ്റെ നാമം അറിയാത്തവർ, പിതാവിനെ അറിയാത്തവർ, പിതാവ് ആര് എന്ന് അറിയാത്തവർ, അങ്ങനെയുള്ളവർ പാപത്തിൽ മരിക്കും. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇടുങ്ങിയ പാതയിൽ പ്രവേശിക്കുന്നവർ ആയിത്തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാത്തിനും കർത്താവായ യേശു ക്രിസ്തു മഹാദൈവവും രക്ഷിതാവുമായ, ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷിതാവുമായ ദൈവവും കർത്താവും നിത്യ പിതാവ്, ഇന്നലെയും ഇന്നും എന്നേക്കും പിതാവായിരിക്കുന്നവനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ പിതാവിനെ അറിയുന്നു. സകല മഹത്വവും അവന് കൊടുക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.